ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. പൊതുവിൽ പോസിറ്റീവായിട്ടുള്ള, അപ്പം അങ്ങനെ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയാണ് ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ശേഷിക്കുന്നുള്ളത് അത് ഓഫീസേഴ്സിനോട് അത് പരിശോധിച്ചിട്ട് അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താമെന്നുള്ളതും പറയുകയുണ്ടായി. പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത്. നമസ്കാരം. വെയിലും മഴയും മഞ്ഞുമേറ്റ് മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തും നിരാഹാരം കിടന്നും ഒരു കൂട്ടം സ്ത്രീകൾ, നമ്മുടെ ആരോഗ്യ പോരാളികൾ നടത്തുന്ന സമരത്തിന്റെ 51ാം നാളാണ് ഇന്ന്. സമീപകാലത്ത് കേരളം കണ്ട വലിയ സഹന സമരമാണ് ഭരണസിരാ കേന്ദ്രത്തിൽ നടക്കുന്നത്. 51ാം നാൾ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഡൽഹിയിലെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു ആശമാർക്ക്. കേന്ദ്രത്തിൽ നിന്ന് ചില ഉറപ്പുകൾ നേടി മന്ത്രി മടങ്ങുമെന്ന് പ്രതീക്ഷ. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞതാണ് ഇപ്പോൾ കേട്ടത്. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതും തൊഴിലാളികളായി പരിഗണിക്കുന്നതും ഉൾപ്പെടെ എല്ലാം പരിഗണിക്കാം എന്ന് ഉറപ്പ്. നേരത്തെ പാർലമെന്റിൽ പറഞ്ഞതിനപ്പുറം ഒന്നും വീണ ജോർജിനോട് കേന്ദ്ര ആരോഗ്യമന്ത്രി പറയാൻ തയ്യാറായിട്ടില്ല. ഓണറേറിയം വർധന എന്ന സമരക്കാരുടെ ഏറ്റവും പ്രധാന ആവശ്യത്തോട് വീണ ജോർജിന് ഇന്നും മറുപടിയില്ല. എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നു. ആശയ്ക്ക് വകയുണ്ടോ? സ്വാഗതം പ്രേക്ഷകർക്ക്. നമ്മുടെ ഇന്നത്തെ അതിഥികൾ ശ്രീമതി KP റോസമ്മ, കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശ്രീ രാജു പി നായർ, കോൺഗ്രസ് പ്രതിനിധി, ശ്രീ M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ, ശ്രീ TP ജയചന്ദ്രൻ, BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീമതി KP റോസമ്മ, ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നടത്തിയ പരാമർശമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. പോസിറ്റീവായിരുന്നു ചർച്ച എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഈ ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രി പുറപ്പെടുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, തത്സമയ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പ്രതീക്ഷയുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പ്രതീക്ഷിച്ചത് ഇതായിരുന്നു? അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഓണറേറിയത്തെക്കുറിച്ച് മന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇൻസെൻറ്റീവ് കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പറഞ്ഞത്, കേന്ദ്രം കൂട്ടുമെങ്കിൽ തീർച്ചയായും കേരളവും കൂട്ടും. അങ്ങനെ ഞങ്ങൾ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ മന്ത്രി ഓണറേറിയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുത തന്നെയാണ്. ഞങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ട് ഉത്തരവാകുന്നുണ്ട്. അതിൻ്റെ പേപ്പേഴ്സൊന്നും കിട്ടിയിട്ടില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് വാക്കാൽ പറയുകയും അതിന് വേണ്ടുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഏതിനും ഒരു ചർച്ചയിലൂടെ പരിഗണിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുമായിട്ടാണ് ഈ 51ാമത്തെ ദിവസവും ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് ശ്രീമതി KP റോസമ്മ, ഇതിലിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചത് 24നോടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇത് ഈ തരത്തിൽ സമരം ചെയ്ത് നേടേണ്ടുന്ന ഒന്നല്ല. സ്ത്രീകൾ നടത്തുന്ന സമരത്തോട് എപ്പോഴും സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണുള്ളത്. അവരെ തള്ളിക്കളയാൻ സർക്കാരില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ തരത്തിലേക്ക് സമരം ചെയ്ത് നേടേണ്ടതല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ. ഇത് കേന്ദ്രം ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. കേന്ദ്രം ചെയ്യേണ്ടത് അവർ ചെയ്താൽ ബാക്കി നമ്മളിവിടെ ഉറപ്പായും ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി കേന്ദ്രത്തിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ചില ഉറപ്പുകൾ വാങ്ങി വരുന്നതും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ ഉറപ്പ് എന്നുള്ളത് ഏതാനും നാൾ മുൻപ് നമ്മൾ കേട്ട ഉറപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ്?
ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അധികം പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അവിടെയാണ് നിങ്ങൾ കൂടുതൽ നിരാശരാകുന്നത് അല്ലേ? അതെ അതെ അതെ. മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റിനോട് സമരം ചെയ്യുകയും സമരം ചെയ്യാതെ തന്നെ പോണ്ടിച്ചേരി നല്ല അധിക വർധനവ് ആശമാർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. ഇങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ നാളിതുവരെയും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്? ഇതുവരെയും മുഖ്യമന്ത്രി ഞങ്ങൾ വന്ന് കണ്ടിട്ടില്ല, ഞങ്ങൾ ഏത് രീതിയിലാണ് സമരം ചെയ്യുന്നതെന്ന് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങളാരും സമാധാനമായിട്ട് സമരം ചെയ്യുന്നവരാണ്. ഞങ്ങളാരും ബാരിക്കേഡ് തകർക്കാനോ പോലീസിനെ കല്ലെറിയാനോ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ മതിൽ ചാടിക്കടക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശമാണോ എന്തോ മുഖ്യമന്ത്രി മനസ്സിലോർത്തത്, അതേപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്ത് സമാധാനപരമായിട്ട് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തന്നെയാണ് വന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള സർക്കാരിനോട് മാത്രമാണ്. ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടതും കേരള സർക്കാർ തന്നെയാണ്. അത് കൃത്യമായി ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചതും സമരത്തിന് വരുന്നു. സമരത്തിന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പല തവണ ഞങ്ങൾ കൃത്യമായ പ്രമേയം പാസ്സാക്കുകയും കൃത്യമായി ഞങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുകയും കൃത്യമായി ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ അവസാന നിമിഷത്തിൽ ഈ രാപ്പകൽ സമരം ഞങ്ങൾ ചെയ്യാൻ നിർബന്ധിതമായത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫെബ്രുവരി 20-ാം തീയതിയാണ് ഞങ്ങൾ അനിശ്ചിതകാല രാപ്പകൽ സമരം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷവും ഞങ്ങൾ വളരെ കാര്യങ്ങൾ സമരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോന്നോരോന്ന് പ്രത്യേകം ചെയ്തു. ജനശ്രദ്ധ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ മാത്രം ഈ വക ഒരു കാര്യം ഉൾപ്പെട്ടിട്ടില്ല. ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരും, അതായത് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക കലാസംഘടനകൾ എല്ലാം ഞങ്ങളുടെ ന്യായമായ സമരമാണെന്നും ഇതേവരെയും ഇങ്ങനെ സമാധാനപരമായ ഒരു സമരം കേരളം കണ്ടിട്ടില്ലെന്നും ഈ പൊതുസമൂഹം മുഴുവനും സമ്മതിച്ചു കഴിഞ്ഞു. ഇത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് ഈ കാലോചിതമായി ആശമാർക്കുള്ള ഓണറേറിയം പരിഷ്കരിക്കേണ്ടതെന്നുള്ളതും വ്യക്തമായി അറിയാവുന്ന ഒരു വലിയ സത്യവുമാണ്. ഇനി ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് ഇതിലപ്പുറം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അതിന് മറുപടി എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടതെന്നല്ല, ഈ തരത്തിൽ ഇവിടെ സമരം ചെയ്തിട്ട് അതിൽ വലിയ പ്രയോജനം ഉണ്ടാകില്ല എന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ TP ജയചന്ദ്രൻ, ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്ന കാര്യങ്ങളിൽ ഇത്രയധികം നമ്മൾ തുക വർദ്ധിപ്പിച്ച് നൽകും, ഇപ്പോൾ ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്ര വർധനയുണ്ടാകും, അതുപോലെ തന്നെ തൊഴിലാളികളായി പരിഗണിക്കുന്ന കാര്യം തീർച്ചയായും അവരെ തൊഴിലാളികളായി പരിഗണിക്കും എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനടുത്തേക്ക് എത്തുന്ന തരത്തിലേക്കൊക്കെയുള്ളൊരു പരാമർശം, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണ്. ഇതിനു മുമ്പ് പാർലമെൻറ്റിൽ JP നഡ്ഡ പറഞ്ഞ അതേ കാര്യം, അതിനപ്പുറത്തേക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കഴിയാത്തത്? ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നത് JP നഡ്ഡ തന്നെ ഇന്ന് എടുത്തു പറഞ്ഞുവെന്ന് വീണ ജോർജ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന് ചെയ്യാനുണ്ട് കുറേ എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. എന്തുകൊണ്ട് ഇതിൽ കൃത്യമായൊരു ഉറപ്പിലേക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇത്രയായി വർദ്ധിപ്പിക്കുമെന്ന് പറയാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല? ശ്രീ TP ജയചന്ദ്രൻ, നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ അത്? കാരണം ഈ ആശമാർക്കൊപ്പം നിൽക്കുകയാണല്ലോ നിങ്ങൾ ഈ വിഷയത്തിൽ. നോക്കൂ, കേരളത്തിലെ ആശമാർ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കുന്ന വേതനം അത് വളരെ തുച്ഛമാണെന്നും ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ജീവിതം നിലനിർത്താൻ അവർ കഷ്ടപ്പെടുകയാണ് എന്നുമുള്ള അവരുടെ അവകാശ പോരാട്ടത്തിനു വേണ്ടിയുള്ള പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ട് സർക്കാരുകൾക്കും അതിൽ ബാധ്യതയുണ്ട് എന്ന കാര്യത്തിലും BJP വിയോജിപ്പിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താണ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിലൊരു ചൊല്ലുണ്ട്,
ഈ തലയിൽ തേക്കാൻ എണ്ണ എടുത്ത് തല മുഴുവൻ തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി കയ്യിൽ വരുന്നത് മുഖത്തുകൂടി ഒന്ന് ഉരസുമ്പോൾ മുഖം തൃപ്തിയാകും. ഏതാണ്ട് ക്യൂബൻ ടീമിനെ കാണാൻ വേണ്ടി കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോകണം. അതിനവർക്കൊരു ഔദ്യോഗികമായ മറ്റൊരു കാരണം ഉണ്ടാക്കണം. അംഗവും കാണാം, താളിയും ഒടിക്കാം. അല്ലാതെ താളി ഒടിക്കാൻ വേണ്ടി പോയതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും തിരക്ക് പിടിച്ച പരിപാടി ഉള്ളത് കൊണ്ട് രാവിലെ പറഞ്ഞ കേരളത്തിൽ അല്ല, ഇത് താങ്കൾ പറയുന്നത് പഴയ കാര്യമാണ് ശ്രീ ടി പി ജയചന്ദ്രൻ. അത് കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നുള്ള കൂടിക്കാഴ്ച, അത് കൃത്യമായി സമയം മേടിച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണല്ലോ. ആ കൂടിക്കാഴ്ചയിൽ എന്തുറപ്പ് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്, ശ്രീ ടി പി ജയചന്ദ്രൻ. ഞാൻ അവിടത്തേക്ക് ഇനിയാണ് വരുന്നത്. അതുകൊണ്ട് തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രിയെ കണ്ടു എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് പാർലമെൻറ്റിനോടാണ്. പാർലമെൻറ്റിനോടാണ് രാജ്യത്തിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരും മറ്റുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻസെൻറ്റീവ് ഉയർത്താൻ അവർ തയ്യാറാണ്. അത് തയ്യാറാണ് എന്ന് മാത്രമല്ല, അതിനുള്ള നടപടിക്രമങ്ങളിലാണ്. അതിനുള്ള കമ്മിറ്റിയെ നിശ്ചയിച്ചിരിക്കുന്നു. അവരുടെ പഠന റിപ്പോർട്ട് കൈവശം കിട്ടിയിരിക്കുന്നു. ഇനി ധനകാര്യ വകുപ്പുമായി ആലോചിച്ച് അവരുടെ വേതനത്തിൽ വർദ്ധിക്കാൻ അവർ തയ്യാറാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും അതിന് തുനിയുകയും ആ ഉറപ്പ് പാർലമെൻറ്റിൽ കൊടുക്കുകയും ചെയ്തതിനപ്പുറത്തേക്ക് എന്തൊരു ഉറപ്പാണ് കിട്ടാനുള്ളത്? പകരം ആശാവർക്കർമാർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അവർക്ക് കൂടുതൽ ജോലി നൽകുന്നത് കേരളമാണ്. കർണാടകയിൽ 32ഓളം തൊഴിലുകളാണ് അവർക്കുള്ളതെങ്കിൽ ഇവിടെ 68ഓളം ജോലികളാണ് സംസ്ഥാനം ഏൽപ്പിക്കുന്നത്. അതിനാവശ്യമായ ഓണറേറിയം അവർക്ക് വേണം. അങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പോണ്ടിച്ചേരി ആയാലും കർണാടക ആയാലും സിക്കിം ആയാലും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേന്ദ്രം കൂട്ടിയാൽ ഇവർ കൂട്ടുമോ? നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളില്ലേ? നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്രം കൂട്ടിയപ്പോൾ കേരളം എന്താണ് ചെയ്തത്? കേന്ദ്രം എത്ര കൂട്ടിയോ അത്രയും തുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പിൻവലിച്ചു. പെട്രോളിനും ഡീസലിനും കേന്ദ്രം വില കുറയ്ക്കുകയും രാജ്യത്തുള്ള എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും വില കുറയ്ക്കുകയും ചെയ്തപ്പോൾ എന്താ ചെയ്തത്? അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടേണ്ട തുകയിൽ ഞങ്ങൾക്ക് കുറവുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളത് കുറയ്ക്കും. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ സാധിക്കുമോ? കേന്ദ്രം ഇപ്പോൾ ഈ സമരം ഇല്ലായിരുന്നെങ്കിൽ, കേന്ദ്രം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ നെല്ലിൻ്റെ താങ്ങുവിലയ്ക്ക് കേരളത്തിലുണ്ടായ അതേ അനുഭവം കേരളത്തിലുണ്ടാകുമായിരുന്നില്ലേ? അതുകൊണ്ട് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ മൊത്തം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ആശാ വർക്കർമാർക്ക് കേന്ദ്രത്തിൻ്റെ നിയമപ്രകാരം അവർക്ക് പാർട്ട് ടൈം ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു, പൂർണ്ണസമയ ജോലിയായിരുന്നില്ല. കേരളമാണ് പറഞ്ഞത്, നിങ്ങൾ മറ്റൊരു ജോലിക്ക് പോയാൽ നിങ്ങളെ പിരിച്ചുവിടും, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉറപ്പ് നിൽക്കണം, നിങ്ങൾക്ക് ആവശ്യമായ വേതനം ഞങ്ങൾ നൽകും. ഈ ഉറപ്പിനാണ് അവർ ചോദിക്കുന്നത്. കേന്ദ്രം പറഞ്ഞത് പാർട്ട് ടൈമാണ്. ഞാൻ എൻ്റെ അറിവിൽ കേന്ദ്രത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും പലയിടത്തും അവർക്ക് ഇതോടനുബന്ധിച്ച് ജീവിക്കാനുള്ള മറ്റ് തൊഴിലുകൾ തേടാം. കേരളം അതിന് അനുവദിക്കുന്നില്ല. മാത്രവുമല്ല, ഈ ആശാവർക്കർമാരെ തള്ളിവിട്ടത് ആരാണ്? സ്വാഭാവികമായിട്ടും ആശാവർക്കർമാരെ പ്രേരിപ്പിച്ചത് സംസ്ഥാനത്തിലെ ഭരണകൂടത്തിൻ്റെ ഉറപ്പാണ്. പിന്നെ ഒരു കാര്യവും കൂടെ നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് അംഗൻവാടി പ്രവർത്തകന്മാർ സമരം ചെയ്തു. സംസ്ഥാന ഗവൺമെൻറ് അവർക്കൊരു ഉറപ്പ് കൊടുത്തു, നമുക്ക് പരിഗണിക്കാം. കിട്ടുന്നത് വരെ അവർ കാത്തിരുന്നില്ല. ഒരു സമരമുഖത്തെത്തുമ്പോൾ അതിൻ്റെ സമരത്തോടുള്ള ഭീതി എന്താണ്? അവരെ കാണുക, അവരുടെ പരിഗണിക്കാമെന്ന് പറയുക, സമയം ആവശ്യപ്പെടുക. കേന്ദ്രം അത് ചെയ്തു. പക്ഷെ സംസ്ഥാനം എന്നാണ് ഇന്ന് പറഞ്ഞത്? അവരുടെ സമരം, ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ആത്മാവിൻ്റെ ആത്മാവായ മുടി തലമുണ്ടനം ചെയ്ത് പറഞ്ഞതെന്താണ് കേരളത്തിലെ മന്ത്രി? നിങ്ങളത് കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കണം. കൃത്യമായ ഉത്തരവും അവർ പറഞ്ഞു. അല്ല 60-40 അല്ലേ റേഷ്യോ? കേന്ദ്രം തരുന്നത് വാങ്ങി ഞങ്ങൾക്ക് തരുന്നത് നിങ്ങളാണല്ലോ, കേന്ദ്രം നേരിട്ടല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ മുറിച്ച മുടി, ക്ഷൗരം ചെയ്ത ഞങ്ങളുടെ മുടി നിങ്ങൾ വാങ്ങുക. 40% ശിവൻകുട്ടിയോ അല്ലെങ്കിൽ വാസവൻ ആരാച്ചത് ഭദ്രമായി സൂക്ഷിച്ച് എവിടെയാണോ അത് ഫ്രെയിം ചെയ്ത് വെക്കുക, ബാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം കൃത്യമാണ്. അവർ കൃത്യമായിട്ട് അവരുടെ ആവശ്യം പറയുന്നു. കേന്ദ്രം അവരുടെ അനുഭവപൂർവ്വമായിട്ട് അത് ഉറപ്പ് നൽകിയത് മന്ത്രിക്കല്ല, പാർലമെൻറ്റിനാണ് എന്നുള്ളതാണ്. കൂടുതൽ ഉറപ്പ് പാർലമെന്റിന് കൊടുത്ത ഉറപ്പാണ്, മന്ത്രിക്ക് കൊടുത്ത ഉറപ്പല്ല. മന്ത്രി നടത്തിയതൊരു നാടകമാണ്. മാത്രമല്ല, ഇങ്ങനെ ഈ ഉറപ്പ് നൽകിക്കൊണ്ടിരുന്നാൽ ഇതിൽ എന്താണ് കാര്യം ശ്രീ ജയചന്ദ്രൻ? അതായത് ഇപ്പൊ ഈ ഉറപ്പ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ? കേന്ദ്രവിഹിതം എത്രയാണ് നൽകുന്നതെന്നൊരു കണക്ക് താങ്കൾക്കറിയാം, ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. ഏറ്റവും കൂടുതൽ തുക ഈ വിഷയത്തിൽ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നതും നമുക്കറിയാവുന്ന വിഷയമാണ്. അപ്പോൾ കേന്ദ്രം ഇതിൽ
കുടിശ്ശിക നൽകാനുണ്ട് എന്ന് സംസ്ഥാനം പറയുന്നു. കൂടാതെ ഇപ്പോൾ ഈ ഇൻസെന്റീവ് വർധന അത് നൽകേണ്ടത് കേന്ദ്രമാണ്, ഇവരെ തൊഴിലാളികളായി പരിഗണിക്കേണ്ടത് കേന്ദ്രമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത്. ഏത് സമരം നടന്ന് 51-ാം നാൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ പറയുന്ന വാചകം. അല്ല, ഒരു കാര്യം നമുക്ക് ഓരോരുടെ വിശ്വാസ്യതയും റിലയബിലിറ്റിയും ഈ വിഷയത്തിലില്ലേ? കേന്ദ്രത്തിൽ നിന്നും പലതും കിട്ടാനുണ്ട് എന്ന് മാധ്യമങ്ങളിൽ പറയുന്നവർ ഏറ്റവും അവസാനം സുപ്രീം കോടതി കേസുമായിട്ട് പോയില്ലേ, ഹൈക്കോടതി കേസുമായിട്ട് പോയില്ലേ? ഇവർ പറയുന്ന പച്ചക്കള്ളമൊക്കെ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഇവർ കൊടുത്ത അപേക്ഷയും എല്ലാം കടലാസ് തോട്ടിലെറിയാറില്ലേ? കേരളത്തിലെ CPM-ൻ്റെ ഇവിടെ എന്താ വളരെ കൃത്യമാണ് ആശാ വർക്കറുടെ ആവശ്യം. അവർക്ക് ഇൻസെൻറ്റീവ് ഉണ്ട്, അവർക്ക് ഓണറേറിയം ഉണ്ട്. ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടത് കേന്ദ്രമാണ്, ഓണറേറിയം കൊടുക്കേണ്ടത് സംസ്ഥാനമാണ്. ഇൻസെൻറ്റീവ് കൊടുക്കേണ്ട കേന്ദ്രം വർദ്ധിപ്പിക്കാൻ തയ്യാറാണ്, ഓണറേറിയം കൊടുക്കേണ്ട സംസ്ഥാനം വർദ്ധിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഇതാ കൊടുക്കാൻ തയ്യാറുണ്ട്, അതിന്റെ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ അതാണ് ശ്രീ എം ജയചന്ദ്രൻ. അങ്ങനെ ഒരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിനൊരു പരിഹാരം കാണാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? പകരം ഈ സമരത്തെ തള്ളിപ്പറയുന്നു, ഈ സമരക്കാരെ അധിക്ഷേപിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതും പ്രത്യേകിച്ച് CPIM പോലൊരു പാർട്ടിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നതല്ല. അത് ഒരു കൂട്ടം സ്ത്രീകളാണിവർ. വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇവർ ആരാണ്? നമുക്കറിയാവുന്നതാണല്ലോ കോവിഡ് സമയത്തൊക്കെ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തിന് വേണ്ടി എന്നുള്ളത്. എല്ലാ ദിവസവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആര് ചെയ്തതാണ് നമുക്കറിയാവുന്നതാണത്. അപ്പോൾ വളരെ ന്യായമായ ആവശ്യം 232 രൂപ എന്നുള്ളത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവുക എന്ന ചോദ്യം തീർത്തും ന്യായമായ ചോദ്യമാണ്. ഇപ്പോൾ 7000 രൂപയാക്കി മാറ്റിയിട്ടുള്ളത് LDF സർക്കാരാണ് എന്നുള്ളതും നമുക്കറിയാവുന്ന വിഷയമാണ്. കാരണം ഇത് 1000 രൂപ 2015-16 കിടന്നതാണ്. പിന്നീട് പടിപടിയായി 2016-17 1500, 17-18 2000, 18-19 4000, 19-20 4500, 20-21 5000, 21-22 6000, 2023 ഡിസംബറിൽ 7000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അത് സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നത് ന്യായമാണ് എന്നുള്ളതിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളത് പരിഗണിക്കാമെന്നൊരു വാക്ക് പോലും പറയാൻ സർക്കാരിന് കഴിയാത്തത്? ശ്രീ എം ജയചന്ദ്രൻ. അനുജ, താങ്കൾ പറഞ്ഞാൽ ചെറിയൊരു ഭേദഗതിയുണ്ട്. കാരണം 7000 രൂപയല്ല കേരളം ആശാവർക്കർമാർക്ക് നൽകുന്നത് 8200 രൂപയാണ്. 7000 രൂപ സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയവും. അതെ, ഓണറേറിയം വർദ്ധിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓണറേറിയത്തിന്റെ മാത്രം കണക്കാണ് ഞാൻ പറഞ്ഞത്. ഓണറേറിയം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കണക്കാണ്. ആ ഫിക്സഡ് ഇൻസെൻറ്റീവിൽ അതിൻ്റെ 40% 1200 രൂപ 3000 രൂപയുടെ. മറ്റേ വേറൊരു 3000 ഉള്ളത് അത് പിന്നെ പെർഫോമൻസ് ഇൻസെൻറ്റീവ് പെർഫോമിംഗ് അനുസരിച്ചാണല്ലോ അത് വരുന്നത്. അതെ, അത് പെർഫോമൻസിൽ മാത്രമാണ് വരുന്നതുമാണ്. പക്ഷേ ഈ 8200 രൂപയുണ്ട്. അതേസമയം BJP പ്രതിനിധിയായി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന TP ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതിൽ അടിസ്ഥാനപരമായ ചില തെറ്റിദ്ധരിപ്പിക്കലുകളുണ്ട്. അതുകൂടെ ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ആശാ വർക്കർമാർ ഫുൾ ടൈം ജോലിക്കാരാണ്, നിങ്ങൾ ജോലിക്ക് വന്നില്ലെങ്കിൽ പിരിച്ചുവിടും എന്നൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതമായ കേവലമായ ആരോപണങ്ങൾ മാത്രമാണ്. കാരണം അന്വേഷിച്ച് നോക്കിക്കോളൂ, 70 വയസ്സിന് മേലെ പ്രായമുള്ളവർ ഇപ്പോഴും കേരളത്തിൽ ആശാ വർക്കർമാരായി ജോലി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ആരെയും കേരളം ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല. 62 വയസ്സിൽ പെൻഷൻ വേണം, അത് 5 ലക്ഷം രൂപ പെൻഷൻ കിട്ടണം, പിന്നെ പിരിഞ്ഞു പോകുന്നതിന് ആനുകൂല്യം കിട്ടണം എന്നൊക്കെ സമരം ചെയ്യുന്നവർ പറയുന്നുണ്ട്. പക്ഷേ 70 വയസ്സിന് മേലെ ഉള്ളവർ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഒരു കാര്യം. രണ്ടാമത്, ആശാ വർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് അത് പിന്നെ ഒരു മാസം 11 ദിവസം ഫീൽഡിലും 4 ദിവസം ക്ലിനിക്കിലും ആശുപത്രിയിൽ, അങ്ങനെ 15 ദിവസമാണ് ആശമാർ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇവർ പറയുന്നതോ, സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്നവരടക്കം പറയുന്നത് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ എല്ലാ ദിവസവും ഞങ്ങൾ നിരന്തരം ജോലി ചെയ്യുകയാണ്. അങ്ങനെയല്ല, അവർക്ക് 15 ദിവസമാണ് ജോലി ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടെ, അതിൽ നമുക്കൊന്ന് വ്യക്തത തേടി പോകാം. ശ്രീ എം ജയചന്ദ്രൻ, അതിൽ നമുക്കൊന്ന് വ്യക്തത തേടി പോകാം. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ നമുക്കൊപ്പമുണ്ടല്ലോ, ശ്രീമതി KP റോസമ്മ. അത് ശരിയാണോ? തീർത്തും തെറ്റാണ്. അത് വസ്തുതാവിരുദ്ധമാണ് ഈ സംസാരിച്ചത്. അത് ശരിയല്ല സംസാരിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജോലി സമയം എങ്ങനെയാണ്?
ഞാൻ കേട്ടത് ചിലരുടെ ജോലിയൊക്കെ 10-16 മണിക്കൂർ വരെ നീളുന്ന തരത്തിലേക്ക്, വീട്ടിൽ ചെന്നാൽ പോലും വീണ്ടും ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കേണ്ടുന്ന തരത്തിൽ വരെ ഭാരിച്ച ഉത്തരവാദിത്വം ഇവർ നേരിടുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതെ. ഞാൻ എൻ്റെ മാത്രം കാര്യത്തിൽ നിന്നുകൊണ്ട് പറയുമ്പം എനിക്ക് അല്ല, ശ്രീമതി KP റോസമ്മയോടാണ്. അവരൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ താങ്കളിലേക്ക് എത്താം. എൻ്റെ മാത്രം കാര്യം ഞാൻ പറയാം. ഞാൻ 532 വീടാണ് എനിക്ക് ഡൊല്ലിംഗ് ഹൗസ്. അതിൽ 2136 പോപ്പുലേഷനുണ്ട്. ഞാൻ അതിനകത്ത് 0 to 5 കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, പാലിയേറ്റീവ് പേഷ്യൻ്റ് ഉണ്ട്, NCD പേഷ്യൻ്റ് ഉണ്ട്, വെൽവുമൻ ക്ലിനിക്കുകളുണ്ട്, വിവ മുതലായ കാര്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ അക്കമിട്ട് പറയാനുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്തു തീർക്കുക എന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് ആർദ്രം ഡ്യൂട്ടി, സബ് സെൻറ്റർ തല ഡ്യൂട്ടി, അങ്ങനെ പഞ്ചായത്ത് തല അവലോകന യോഗങ്ങൾ, ആശുപത്രി തല അവലോകന യോഗങ്ങൾ, സബ് സെൻറ്റർ തല അവലോകന യോഗങ്ങൾ, ഇങ്ങനെ ചർച്ചാ ക്ലാസ്സുകൾ, NCD പ്രോഗ്രാം സംഘടിപ്പിക്കുക, വിവാഹ ക്ലിനിക്കുകൾ നടത്തുക, ഇതൊക്കെ ഞങ്ങളുടെ ബാധ്യതയും ഞങ്ങളുടെ കാര്യങ്ങളുമാണ്. അതിനിടയിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ചിക്കൻഗുനിയ പോലെയുള്ള മഴക്കാല ശുചീകരണങ്ങൾ, ചിക്കൻഗുനിയ പോലെയുള്ള പനികളും മറ്റു കാര്യങ്ങളും, മലേറിയ ഇങ്ങനെയൊക്കെയുള്ളതിനുള്ള മുൻകരുതലെടുക്കൽ, മഴക്കാല ശുചീകരണത്തിന് മുൻകരുതലെടുക്കുക, കലണ്ടറുകൾ തയ്യാറാക്കി കൃത്യമായി ചെയ്യേണ്ടതാണ്. അതിനിടയിൽ ഈ 15 ദിവസത്തിൻ്റെ കണക്ക് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സമയത്തിൻ്റെ കാര്യം അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. രാത്രി 12 മണിക്കായിരിക്കാം ഒരു പക്ഷേ ഗർഭിണി വിളിക്കുന്നത്, എനിക്ക് ഇന്ന പ്രശ്നമാണ്, അതല്ലെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വയറിളക്കമാണ്, അതേപോലെ തന്നെ പാലിയേറ്റീവ് പേഷ്യൻറ്റിന് അസുഖം കൂടി, ഓക്സിജൻ്റെ അളവ് കുറവാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങളോട് രാത്രി 12 മണിക്ക് എന്നൊന്നുമില്ല, കൃത്യമായിട്ടും ഫീൽഡ് തലത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ച് അതിന് ഉത്തരം പറയേണ്ടവരാണ് ഞങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു പാലിയേറ്റീവ് പേഷ്യൻ്റ്, ഞാൻ സമരത്തിലിരിക്കവേ തന്നെ പാലിയേറ്റീവ് പേഷ്യൻ്റെ വീട്ടിൽ ഒരു വാർദ്ധക്യത്തിൽ മരിച്ച ഒരമ്മ മരിച്ചു. അതിനിടയിൽ അവരാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് കാര്യങ്ങൾ. ഞങ്ങൾ കൃത്യമായിട്ട് സമരപന്തലിൽ ഇരുന്നുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അതേപോലെ ഇതിന് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അതാണ് ശ്രീ M. ജയചന്ദ്രൻ. അങ്ങനെ നമ്മൾ ഈ കണക്ക് വെച്ചൊന്നും ചെയ്യുന്ന തരത്തിലേക്കുള്ള ജോലി അല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പലരും പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഇപ്പോൾ അത് താങ്കളും കേട്ടല്ലോ. അപ്പോൾ ആ കണക്കൊക്കെ നമുക്ക് വിടാം. ഇവർ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ന്യായമായ ആവശ്യങ്ങളല്ലേ ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 232 രൂപ എന്നുള്ളത് അതെത്ര തുച്ഛമാണ് ശ്രീ M. ജയചന്ദ്രൻ? അല്ല, ഞാൻ ശ്രീമതി KP റോസമ്മയുമായി ഒരു തർക്കത്തിനോ വഴക്കിനോ അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. തീരെ താല്പര്യവുമില്ല അത്തരത്തിലൊരു വഴക്കിന്. എൻ്റെ കയ്യിലുള്ള ഇത് സംബന്ധിച്ച യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും NHMൻ്റെയൊക്കെ ഉത്തരവുകൾ ഞാൻ താങ്കൾക്ക് പിന്നീട് അയച്ചു തരാം ചർച്ചയ്ക്ക് ശേഷം. ഇതൊരു തർക്കത്തിനായിട്ടല്ല, ഞാൻ അവരോട്, ആ സഹോദരിയുടെ തർക്കത്തിനായിട്ടല്ല നിശ്ചയമായും ഇവിടെ ഇരിക്കുന്നത്. അതാണ് അവരുടെ അഭിപ്രായമെങ്കിൽ ഞാൻ അതിനോട് വിയോജിക്കുന്ന പോലുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉത്തരവുകൾ ഞാൻ താങ്കൾക്ക് അയച്ചു തരികയും ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ പറയുന്ന പ്രശ്നത്തിൽ ഇന്ന് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കണ്ട് ചർച്ച നടത്തി പരിഗണിക്കാം എന്ന് ഒരു ഏതാണ്ട് കഷ്ടിച്ച് 3 ആഴ്ച മുമ്പ് പാർലമെൻറ്റിൽ പറഞ്ഞ അതേ കാര്യമാണ് നേരിട്ടിന്ന് കേരള ആരോഗ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. പാർലമെൻറ്റിൽ പറഞ്ഞതും ഇതുതന്നെയാണ്. ഒരു റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ടിനെ തേടിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട്. അവരുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ആവശ്യമായ പരിശോധന നടത്തി ആ കാര്യത്തിൽ, ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നാണ് പാർലമെൻറ്റിൽ JP നദ്ദ പറഞ്ഞത്. അദ്ദേഹം ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട്, സംസ്ഥാന ആരോഗ്യമന്ത്രിയോടും പറഞ്ഞത് തന്നെയാണെന്നാണല്ലോ അവരും പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ 3000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് ഉണ്ട്, വേരിയബിൾ ഇൻസെൻറ്റീവായിട്ടുള്ള പെർഫോമൻസ് ഇൻസെൻറ്റീവ് 3000 ഉണ്ട്. അപ്പോൾ അതിലാണ് വർധനവ് വരുത്തുക. അപ്പോൾ അത്തരം ഒരു വർധനവ് ഉണ്ടായാൽ സ്വാഭാവികമായും കണിശമായും കേരളത്തിൽ ആ വർധനവിൻ്റെ ഭാഗമായിട്ടുള്ള വർധനവ് വേറെ ഉണ്ടാവും എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വർദ്ധിപ്പിക്കില്ല എന്നല്ല പറഞ്ഞേക്കുന്നത്. അല്ല, പക്ഷേ ഇവരുടെ ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ശ്രീ M. ജയചന്ദ്രൻ, ഓണറേറിയത്തിൽ വർധന വേണം എന്നുള്ളതാണല്ലോ സംസ്ഥാന സർക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഓണറേറിയത്തിൽ വർധന വേണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് സമരം തുടങ്ങിയ ആദ്യ ദിനം മുതൽ തന്നെ. ഓണറേറിയത്തിൽ വർധന ഉണ്ടാവും. അതെ, വർധന ഉണ്ടാകുമെന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വരി ഒരിക്കൽ പോലും പറഞ്ഞു കേൾക്കുന്നില്ല. ഓണറേറിയത്തിൽ വർധനയുണ്ടാകും, നമുക്കത് പരിഗണിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ മന്ത്രി? അല്ല, അതെന്താ അങ്ങനെ പറയുന്നത്? താങ്കൾ എന്താ അങ്ങനെ പറയുന്നത്? ആശമാരുടെ ഓണറേറിയം ഇതുവരെ വർദ്ധിപ്പിക്കാഞ്ഞിട്ടാണോ? താങ്കൾ തന്നെ മുമ്പേ ഓരോ വർഷത്തിൻ്റെയും കണക്ക് പറഞ്ഞല്ലോ അനുജ. അങ്ങനെ വർദ്ധിപ്പിച്ച അതിലൊരു തർക്കവുമില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ കണക്കുകൾ എടുത്ത് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകിയിട്ടുള്ളത് LDF സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ വിശദമായി ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവർ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പരിഗണിക്കാം എന്ന് പറയാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിയുന്നില്ല? വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അല്ല, അത് അതാണ് പ്രശ്നം. ഈ വരികൾക്കിടയിൽ നമ്മൾ വായിക്കാൻ പോകുമ്പോഴാണല്ലോ ഈ പ്രശ്നമുള്ളത്. കേന്ദ്രത്തിൽ അത് വർദ്ധിപ്പിച്ചാൽ നിശ്ചയമായി ഇവിടെ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിൽ അത് മനസ്സിലാക്കണം. ഒന്നാമത്തെ അർത്ഥം, കേന്ദ്രത്തിൽ ഈ ഒരു വർധന ഉണ്ടായാൽ സ്വാഭാവികമായി അതിന് 40% വർധന ഇവിടെ വരും. അത് സംസ്ഥാന സർക്കാർ പറഞ്ഞാലും ഇല്ലെങ്കിലും കൊടുത്തേ മതിയാവും. അപ്പോൾ കേന്ദ്രത്തിൽ വർദ്ധിപ്പിച്ചാൽ ഇവിടെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വാഭാവികമായും വർദ്ധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആ വർധന കൂടി ഇവർക്ക് കിട്ടും. കൂടാതെ ഓണറേറിയത്തിൽ ഒരു വർധന ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അധികം ജോലികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓണറേറിയത്തിൽ വർധന വേണം എന്നവർ പറയുകയാണ്. ഈ 10,000 രൂപയാക്കണമെന്നൊക്കെയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് CITUവിന്റെ നേതൃത്വത്തിലൊക്കെ. പക്ഷേ അപ്പോഴും ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് അഭിമാനത്തോടെ നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിഗണിക്കാം എന്ന് ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളാണ്. അതിൽ അങ്ങനെ കേന്ദ്രം പറയുന്നു, സംസ്ഥാന സർക്കാരാകട്ടെ കേന്ദ്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം, പോസിറ്റീവാണ് എന്നൊക്കെ പറഞ്ഞ് മന്ത്രി പിരിയുകയും ചെയ്യുന്നു. 51-ാം ദിവസമാണ് ഈ സമരം തുടങ്ങിയിട്ട്. കൂടാതെ നിരാഹാര സമരം വേറെയുണ്ട്. ഇന്നലെയൊക്കെ അവർ നടത്തിയ സമരം ഏത് തരത്തിലാണ് നമ്മൾ കണ്ടതുമാണ്. ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തട്ടിക്കളിക്കുകയാണോ ഇവരുടെ ഈ പ്രധാനപ്പെട്ട വിഷയത്തെ? അനുജ നോക്കൂ, ആശ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സ്കീമാണ്. ആ കേന്ദ്ര സ്കീമിനെ സംബന്ധിച്ചോളം അവിടുത്തെ ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ, കാരണം അതിനകത്ത് ആ സ്കീമിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഓണറേറിയം പരിപൂർണമായിട്ടും സംസ്ഥാനത്തിൻ്റെ ചുമതലയും, അതുപോലെ തന്നെ സ്കീമുകൾ മറ്റേ ബാക്കിയുള്ള ഇൻസെൻറ്റീവ് അത് സംസ്ഥാനവും കൊടുക്കുന്നു. അതിനകത്തൊരു സെൻട്രൽ സ്റ്റേറ്റ് ഷെയറും ഉണ്ട്. അത്തരത്തിലാണ് ആ സ്കീം വിഭാവനം ചെയ്യുന്നത്. ആ സ്കീം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇതൊരു സന്നദ്ധ പ്രവർത്തനമായിട്ടായിരുന്നു. വളരെ എന്താ പറയുക, മറ്റു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് ഒരു സൈന്യം, ജനങ്ങളുടെ ഒരു സൈന്യമായിട്ട് രൂപപ്പെടുത്തിയ ഒന്നാണ്. പിന്നീടാണ് അതിനെ ആ സ്കീമിൻ്റെ പേരിൽ അവർക്ക് ഓണറേറിയം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഇൻസെൻറ്റീവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഈ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ആശയുടെ ഒരു വർക്കർ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊരു കുട്ടിയുടെ വാക്സിനേഷൻ നടത്തി കഴിഞ്ഞാൽ ആ വാക്സിനേഷൻ സൈക്കിൾ പൂർണ്ണമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ 200-300 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെയാണ് അതിന് ഇൻസെൻറ്റീവ് സ്കീം എല്ലാം നിൽക്കുന്നത്. ആ ഇൻസെൻറ്റീവ് പരിപൂർണമായിട്ട് കേന്ദ്രം കൊടുക്കേണ്ടതാണ്. കേന്ദ്രം അത് കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, ഇന്ന് അവരുടെ ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനമാണ് ഏതൊരു സംസ്ഥാനത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തനത്തിന് ഇടപെടൽ. ഇവിടെ സൂചിപ്പിച്ച പോലെ ഗർഭകാല പരിചരണം, കുട്ടികളുടെ, നമ്മളിപ്പോൾ ഈ ശിശു സംരക്ഷണ മരണനിരക്കിൽ ഏറ്റവും കുറവാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ അഭിമാനിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പുറപ്പുറത്ത് കയറി പറയുകയോ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഗവൺമെൻറ് തന്നെ, പിണറായി വിജയനും ഈ വീണ ജോർജും തന്നെ പറയുന്നുണ്ടല്ലോ. ആരുടെ പ്രവർത്തനമാണ്? ഇവരുടെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കേരള മോഡൽ ഉൾപ്പെടെ ഏറ്റവും ഫലപ്രദമായിട്ട് ആശമാരെ ഉപയോഗിച്ചതുകൊണ്ട്, അത് മാറി മാറി വന്ന സർക്കാരുകൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അവർ രാത്രി മുഴുവൻ ഇരുന്നും തീർത്താൽ പോലും തീരാത്ത രീതി ഡാറ്റ കമ്പൈലേഷൻ നടത്തണം. ഇതെല്ലാം ഇവരുടെ പ്രശ്നം. അതൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ അറിയാതെ വന്നിരുന്ന അവർക്ക് 15 ദിവസമേ ഉള്ളൂ എന്നൊക്കെ ഒന്നും പറയരുത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറയും. അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങൾ കൊടുത്തിരിക്കുന്ന മുറിവിൻ്റെ മേലെ പിന്നെയും കൊണ്ടുപോയി മുളക് തേൽക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇൻസൾട്ടാണ് അത് ചെയ്യുന്നത്. അതൊന്നും ദയവ് ചെയ്യരുത്. മനസ്സിലായി? നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു സത്യസന്ധമായ നിലപാടെടുക്കുക, അതിന് പ്രശ്നമില്ല. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ഓണറേറിയം കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഓണറേറിയം വർദ്ധിക്കൂ എന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയും അതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ ചെന്ന് കണ്ടതുകൊണ്ട് പുതുതായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല.
പുതുതായിട്ട്. കാരണം നേരത്തെ തന്നെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ആ സ്കീമിൽ ഇൻസെന്റീവുകൾ പുനഃക്രമീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അതിന് നടപടി തുടങ്ങുന്നു. അതും ഓണറേറിയം തമ്മിൽ എന്താ ബന്ധം? ഓണറേറിയം കൊടുക്കേണ്ടത് പരിപൂർണമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിൽ അത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത് ഇവർ എഴുതി വെച്ചത്. അന്ന് ഇവർ പറഞ്ഞില്ലല്ലോ കേന്ദ്രം അനുവദിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ പറ്റൂ എന്നല്ലല്ലോ പ്രകടന പത്രികയിൽ എഴുതി. ഞങ്ങൾ വന്നാൽ ഇവർക്കെല്ലാവർക്കും മിനിമം കൂലി ഞങ്ങൾ ഉറപ്പാക്കും എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി എടുത്തിട്ടല്ലല്ലോ LDF പ്രകടന പത്രികയിൽ എഴുതി വെച്ചത്. അപ്പൊ അത് തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ മിനിമം വേജസ് എന്നുള്ളത്? ഇവർ തൊഴിലാളികളുടെ പട്ടികയിൽ വരുന്നതല്ലല്ലോ. ആശാവർക്കർമാരുടെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ വർധന വരുത്തേണ്ട രീതിയിൽ വർധന വരുത്തും എന്ന് പറയുന്നുണ്ട്. അതായത് 700 എന്നുള്ള കണക്ക് ആശാ വർക്കേഴ്സിന്റെ ആണെന്ന് ഞാൻ കരുതുന്നില്ല. അത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആശാ വർക്കർമാരുടെയും അങ്കണവാടി വർക്കർമാരുടെ ഉൾപ്പെടെ കൃത്യമായിട്ട് ഇവരുടെ പേരുകളെല്ലാം എടുത്തുകൊണ്ട് തന്നെ അതിൽ വർധന വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 700 എന്നുള്ള കണക്കിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജു പി നായർ. 700 തന്നെയാണ്, 700ലേക്ക് ഉയർത്തും എന്ന് തന്നെയാണ്. നിങ്ങൾ ആ പ്രകടന പത്രികയിൽ ഇപ്പോഴും CPM-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 45ാമത്തെ ഐറ്റമായിട്ട് അത് കിടപ്പുണ്ട്. അതെടുത്ത് വായിച്ചോ. വീണ ജോർജ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. 45ാമത്തെ ഐറ്റം ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെന്ന് ഞാനിപ്പോൾ തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ വായിച്ചേൽപ്പിക്കാം. 45ാമത്തെ ഐറ്റം അനൂജ ദയവ് ചെയ്ത് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഒന്ന് വായിക്കുക. അല്ല, ആശാ വർക്കേഴ്സ് അങ്കണവാടി എന്നൊക്കെ പറയുന്ന ഭാഗമല്ലേ താങ്കൾ പറയുന്നത് അല്ലേ? ആശാ വർക്കേഴ്സ് വർക്കർമാരും അങ്കണവാടി വർക്കർമാരും ഉൾപ്പെടെയുള്ള അതുപോലത്തെ ഹെൽപ്പർമാരും ഉൾപ്പെടെയുള്ളവരുടെ കൂലി 700 രൂപയിലേക്ക് ഉയർത്തും എന്ന് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കേണ്ട, വളരെ കൃത്യമായി. നിങ്ങളിപ്പോൾ ആർക്കും ഈ ചർച്ച നടക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ CPM.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് അവിടെ കേരള മാനിഫെസ്റ്റോ ചെക്ക് ചെയ്താൽ മതി. അതിനകത്തുണ്ട് 45ാമത്തെ ഐറ്റം. വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ ഇവർ പ്രഖ്യാപനം നടത്തിയത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇന്ന് കേന്ദ്രം ഈ ഇൻസെൻറ്റീവിൽ എന്തെങ്കിലും കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കേരളം ക്രെഡിറ്റ് എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് ഇവരെ വഞ്ചിക്കുന്ന നിലപാടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ TP കേന്ദ്രൻ ഇവിടെ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് കേരള സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ കർണാടകയിൽ ഉൾപ്പെടെ തെലങ്കാനയിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് ഞങ്ങൾ ഇത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു. ഒരു പക്ഷേ കേരളത്തിൽ ആശാപ്രവർത്തകർ തുടങ്ങി വെച്ച ഈ സമരം ഇന്ത്യയിൽ മുഴുവൻ ഒരു മാറ്റത്തിന് തയ്യാറാവുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. പുതുച്ചേരി 18,000 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു. ഈ ഉത്തർപ്രദേശും അതുപോലെ തന്നെ രാജസ്ഥാനും മധ്യപ്രദേശൊക്കെ ഉൾപ്പെടെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 21,000 വേണം, 10,000 വേണം, 15,000 വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇരട്ടത്താപ്പിനകത്തുണ്ടാവരുത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ ആശാപ്രവർത്തകരെ നിങ്ങൾ തൊഴിലാളികൾ പോട്ടെ മനുഷ്യരായി പോലും 1,500 എവിടെ? കർണാടകയിലും തെലങ്കാനയിലും ഒക്കെയോ? എവിടെയാ? കർണാടകയിൽ 10,000 രൂപയായിട്ട് ഉയർത്തിയത് അനൂജ് എന്താ അറിയാത്തതാണ്? ഏപ്രിൽ 1 മുതൽ ആരോഗ്യ സെക്രട്ടറി സമരവേദിയിലേക്ക് പറഞ്ഞു. ഞാൻ പറയട്ടെ തെലങ്കാനയിൽ 6,750 കഴിഞ്ഞ ഇതിന് അല്ല, അത് 9,750 ആക്കി. 9,750 വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഒന്നുമല്ല 9,750 രൂപയായി തെലങ്കാനയിലെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ കർണാടകയിൽ സമരം നടന്നു. ഒരാഴ്ചക്കുള്ളിൽ ആരോഗ്യ സെക്രട്ടറി സമരവേദിയിലേക്ക് ചെന്ന് 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മുതൽ നടപ്പാക്കുകയാണ്. കേരളത്തിൽ 51 ദിവസമായാലും സമരം തുടങ്ങിയിട്ട് അവരൊരാഴ്ചക്കുള്ളിൽ പറയട്ടെ ഞങ്ങൾ ഏപ്രിൽ 1 മുതൽ വർദ്ധിപ്പിക്കുമെന്ന് പറയാൻ ഇവർക്ക് കഴിയുമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP-യുടെ പല സംസ്ഥാനങ്ങളിലും 1,500-ഉം 1,000-ഉം മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഈ ഓണറേറിയം. അപ്പം TP ജയേന്ദ്രൻ പറയുമ്പോൾ കേരളത്തിലെ ആശാ വർക്കർമാർ പ്രത്യേകമായും ഉത്തർപ്രദേശിൽ 1,500, മഹാരാഷ്ട്രയിൽ 3,500 എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കിപ്പം ഞാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞ വഴിക്ക് TP ജയേന്ദ്രൻ്റെ ഈ ഇരട്ടത്താപ്പ് കാണുമ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. കൃത്യമായ വേണമെങ്കിൽ ഞാൻ അടുത്ത റൗണ്ടിൽ ഓരോ സംസ്ഥാനവും എത്രയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതുകൂടി പരിഹരിക്കപ്പെടണം.
ഈ സ്കീമിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും അവർ വരുന്നതനുസരിച്ചുള്ള അവരുടെ മാനദണ്ഡങ്ങൾ മാറിയതും അവരുടെ ജോലി സമയം കൂടിയതും അനുസരിച്ച് അവരെ ഇനി നമുക്ക് തൊഴിലാളികളായി കാണുക എന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. കാരണം നമ്മുടെ ആരോഗ്യരംഗത്തെ ഏറ്റവും അടിസ്ഥാന രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് വളരെ പ്രധാനം. ശ്രീമതി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീമതി കെ പി റോസമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയല്ലേ. ഇപ്പോൾ എത്രയോ കാലങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ. തൊഴിലാളികളായി നിങ്ങളെ പരിഗണിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? നിങ്ങളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉന്നയിക്കുന്നുണ്ടോ? ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ വർക്കേഴ്സിൻ്റെ ആശാ വാളണ്ടിയർ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പേര്. ആ വാളണ്ടിയറിൻ്റെ പേര് മാറ്റി ആശാ വർക്കേഴ്സ് ആക്കി കഴിഞ്ഞു. എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് മാറ്റുന്നില്ല? അതല്ല ഞങ്ങളുടെ സബ്ജക്റ്റ്. അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ തൊഴിലാളികളായി പരിഗണിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ആശാ വാളണ്ടിയർ എന്ന പേര് മാറ്റി ആശാ വർക്കേഴ്സ് എന്ന പേര്. പക്ഷേ നിങ്ങളെ തൊഴിലാളികളായി പരിഗണിക്കുകയും അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മിനിമം വേജസ് നിങ്ങൾക്ക് ബാധകമാണ്. PF, ഗ്രാറ്റുവിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് നൽകേണ്ടി വരും. അതൊന്നും കിട്ടുന്നില്ല. ഈ പേര് വർക്കേഴ്സ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം? ആശാ വർക്കേഴ്സ് എന്നുള്ള പേര് തന്നെ ആശാ തൊഴിലാളികൾ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് ശരി. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നവർ, തൊഴിലാളികൾ. എന്തുകൊണ്ട് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ കഴിഞ്ഞ എത്ര നാളുകൊണ്ട് ഭരിക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങളെ തൊഴിലാളികളാക്കാനായിട്ടുള്ള അംഗീകാരത്തിന് വേണ്ടി കേന്ദ്രമാണ്. ആയിക്കോട്ടെ, ഈ കേന്ദ്രത്തോട് ചോദിച്ചു വാങ്ങാനല്ലേ നമ്മുടെ കേരള സർക്കാർ ഇരിക്കുന്നത്. അതിന് ഞങ്ങൾ പോകണോ അങ്ങോട്ട്? പിന്നെ എന്തിനാ കേരള സർക്കാരും സംവിധാനങ്ങളും? അതേ ഈ ഭരണം ഞങ്ങൾക്ക് നേരിട്ടിപ്പോൾ ഓണറേറിയം തന്ന് ഞങ്ങളുടെ ഓണറേറിയം കാലാകാലങ്ങളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ കേരള സർക്കാർ തന്നെയാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മളിവിടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ. കേരള സർക്കാർ അത് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഞങ്ങളോട് നേരിട്ട് ആശാവർക്കർമാരോട് എല്ലാവരോടും കൂടെ കേന്ദ്രത്തിലേക്ക് പോകാനാണ് പറയുന്നതെങ്കിൽ കേന്ദ്രത്തിന് നേരിട്ട് ഫണ്ട് ആശമാർക്ക് തരണം എന്ന് പറയുമ്പോൾ അത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് പറയാൻ തീർച്ചയായും ഞങ്ങൾക്ക് വോയിസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. സർക്കാർ വേണം മുൻകൈ എടുത്ത് ഞങ്ങളെ തൊഴിലാളികളാക്കാനും ഞങ്ങളുടെ വേജസ് കൂട്ടിത്തരാനും കേരള സർക്കാർ തന്നെ മുൻകൈ എടുക്കണം. അതാണ് അവരുടെ ഉത്തരവാദിത്വം. അത് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇന്ന് 51 ദിവസമായില്ലേ ഈ പേരും പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കുന്ന എന്തിന്? ഞങ്ങളാ 7000 രൂപ ഇവിടുത്തെ ജഡ്ജിയും ഇവിടുത്തെ പിയൂണും മേടിക്കുന്ന ആ സമയം തന്നെ ഞങ്ങൾക്ക് തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഈ 51 ദിനരാത്രങ്ങൾ കഴിയാൻ നിൽക്കില്ലായിരുന്നു. ഞങ്ങൾ അമ്മമാരാണ്, വയസ്സായവരാണ്. അതേപോലെ തന്നെ ഈ ഇൻസെൻറ്റീവ് 18 വർഷമായി ഞങ്ങൾക്ക് കൂട്ടിക്കിട്ടിയിട്ട് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്തില്ല കേരള സർക്കാർ? ഞങ്ങൾ നേരത്തെ പോയി ചെയ്യണോ? ഞങ്ങൾ എത്രയോ പ്രാവശ്യം AGS ഓഫീസിൻ്റെ മുൻപിലും ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലും ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ സംഘടനകളും സമരം നടത്തിയിട്ടുണ്ട്. സമരം നടത്താതെയൊന്നുമല്ല ഇരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യമാണത്. ഈ 51 ദിവസം ഈ ഓണറേറിയം കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുന്നവർക്ക് ഞങ്ങളെ ഈ ഭാരിച്ച ജോലിയും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കിത് കൂട്ടിത്തരാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് കേരള സർക്കാരിന് ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ടും ഈ തൊഴിലാളി സർക്കാരിന് ഞങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ വേണ്ടി എന്തുകൊണ്ട് അവർ ആവശ്യപ്പെട്ടില്ല? ഞങ്ങളുടെ സമരം തുടങ്ങിയപ്പോഴാണ് ഇവരിതെല്ലാം ഓർത്തത്. അപ്പം ഞങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്, കടുത്ത അനീതിയാണ് ഇത്. കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതൊന്ന് ദയവായി നിർത്ത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്ക്. തീർത്തും ന്യായമായി ഈ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ഞങ്ങളെ ഇനി ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള പണി നോക്ക്. അത് എത്രയോ കാലം കൊണ്ട്, ഈ 51 ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണ്. എന്തിനിങ്ങനെ തട്ടിക്കളിക്കുന്നത്? ഞങ്ങളെന്ത് റബ്ബർ പന്താ? ശ്രീ TP ജയചന്ദ്രൻ, 2013-ലും 2015-ലും നടന്ന ലേബർ കോൺഫറൻസ് ഉണ്ട്, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഇവരുടെ പ്രശ്നം ഉയർന്നു വരികയും ഇവരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് ഈ കോൺഫറൻസ് നടന്നതായി നമുക്കറിയില്ല. അന്ന് ഉയർന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെടാതെയാണ് ഇപ്പോൾ ഈ 2013-15 പോട്ടെ, ഇതിപ്പോൾ വർഷം ഏതാണ്? BJP തന്നെ തുടർച്ചയായി ഭരിക്കുന്ന 2ാമത്തെ വട്ടം. എന്നിട്ടും പക്ഷെ എന്തുകൊണ്ട്
ഇതെന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഇവരുടെ കാര്യം ഇങ്ങനെ പോകുന്നത് എന്ന ചോദ്യമുണ്ടല്ലോ. നിങ്ങൾ ഇവർക്ക് ഏറ്റവും അനുഭാവപൂർണ്ണമായ നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പിന്തുണയുമായി ഒക്കെ വരികയാണ്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണിത് ഈ തരത്തിലേക്ക് ഈ മൂന്നാം വട്ടം BJP തുടർച്ചയായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന സമയത്ത് പോലും ഇതിങ്ങനെ തുടർന്ന് പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാണല്ലോ. ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ചാൽ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? PF, ഗ്രാറ്റുവിറ്റി, കൂടാതെ മിനിമം വേജ് എന്നുള്ളതും അവർക്ക് കിട്ടും. അതൊക്കെ അവരുടെ ജീവിതത്തെ എത്രത്തോളം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാകില്ലേ? എന്തുകൊണ്ടാണ് അതിൽ നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയുമല്ലോ? ഇവിടെ മന്ത്രിമാരുണ്ടല്ലോ. എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല? ഇത് നേരത്തെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അവർ? അനുജ, ഈ പാവം അംഗനവാടി ഈ ആശാപ്രവർത്തകന്മാർക്ക് അർഹതപ്പെട്ട വേതനം ലഭിക്കുന്നുണ്ട് എന്നോ അവർക്ക് കിട്ടുന്ന വേതനത്തിന് പറ്റിയ പണിയല്ല അവരെ കൊണ്ട് എടുപ്പിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി. പാർലമെൻറ്റിനകത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് വേണ്ട നടപടികൾ ആരംഭിച്ചു എന്ന് കൃത്യമായി കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയത്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊടുക്കുന്നവർ ചാനലിൽ വന്ന് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും വിളിച്ചു പറഞ്ഞ് തങ്ങളുടെ ഭാഗങ്ങൾ ന്യായീകരിക്കുകയാണ്. നോക്കൂ, എൻ്റെ ഇടതുപക്ഷ സുഹൃത്തിൻ്റെ ഒരു പച്ചക്കള്ളം ഈ ചർച്ചയിലിരിക്കുന്ന റോസമദനെ ചൂണ്ടിക്കാണിച്ചു. ഈ തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തൊഴിലാളികളായി പരിഗണിക്കണമെന്ന ആവശ്യം. ഇവർ എത്രയോ കാലങ്ങളായി ഇങ്ങനെ ജോലി ചെയ്യുന്നവരാണ്. ഇവർ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കണക്ക് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടേത് എന്തുകൊണ്ടാണ് ഇവരെ തൊഴിലാളികളായി പരിഗണിക്കാതെ ഈ തരത്തിലേക്ക് ഇവരെ ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ്? അതിന് കേന്ദ്രത്തിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ, മറുപടി പറയേണ്ടുന്ന ബാധ്യതയുണ്ടല്ലോ. ശ്രീ ജയചന്ദ്രൻ. അനൂജ, ഞാൻ ആ ഉത്തരത്തിലേക്ക് വരാം. അതിന് മുമ്പ് ചോദിച്ച 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് എന്നോട് വിട്ടുപോയ താങ്കൾ ഓർമ്മിപ്പിച്ചോളൂ, ഞാൻ അവിടത്തേക്ക് വരാം. ഇവിടെ BJPയുടെ പേരിൽ ഇരട്ടത്താപ്പ് ആലോചിച്ച രാജു P. നായരെ INTUC എന്നൊരു സംഘടനയുണ്ട്, നിങ്ങൾക്കറിയോ? അത് ആരുടേതാ? നിങ്ങളെ 2 നേതാക്കന്മാരുണ്ട്, അനൂപ് മോഹനനും ചന്ദ്രശേഖരനും. ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? കോൺഗ്രസ് നേതാക്കന്മാർ ഫോട്ടോഷൂട്ടിന് പോകുന്നു അല്ലേ? ഇനി അംഗൻവാടി നർക്കന്മാരെ നിശ്ചയിച്ചത് ആരാണ് സർ? നിങ്ങൾ വേറൊരു സമരം നടത്തിയല്ലോ, INTUC. അതും കേന്ദ്ര നിയമപ്രകാരം നടത്തുന്ന ഒരു സംവിധാനമല്ലേ? എന്തേ അത് ഡൽഹിയിലാണോ സമരം ചെയ്തത്? അംഗൻവാടിയിൽ മുഖ്യമന്ത്രി ഉറപ്പ് തന്ന പിൻവലിക്കുക, ഇത് ഇരട്ടത്താപ്പ. ഏതാ? INTUC ഇന്ന് നിലപാട് തിരുത്തി, താങ്കൾ അറിഞ്ഞില്ലേ? അല്ല, ഉറച്ച നിലപാടില്ല, ഗത്യന്തരമില്ലാതെ നിലപാട് തിരുത്തും. നാളെ കോൺഗ്രസ്സുകാർ ഇന്നലത്തെ നയം നാളത്തെ നയം മറ്റൊന്ന്, ഞങ്ങൾ പറയാ ഇതിന് നിലപാടില്ലായ്മ എന്നാണ്. ഇനി രാജു P. നായർ തപ്പാണല്ലോ ഇപ്പോൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ. സർ, 2015 VS ശിവകുമാർ പാർലമെൻറ്റിൽ ലതികയും TV രാജേഷും KS സഖിലയും KT ജലീലും ചോദിച്ച 2375 നമ്പർ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിനൊരു ഉത്തരവുണ്ട്. രാജു P. നായർക്ക് അത് കൃത്യമായിട്ട് ഇന്ന് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. ചോദ്യം കേൾക്കണോ നായരെ? ഇതാ, KT ജലീൽ VS ശിവകുമാറിനോട് ചോദിക്കുന്നു, ആശാ വർക്കേഴ്സിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ വിശദാംശം ലഭ്യമാക്കാമോ? ചോദ്യം നമ്പർ C. ഇവരുടെ സേവനം കണക്കിലെടുത്ത് ഓണറേറിയത്തിന് പകരം വേതനം നൽകുന്നതിനെക്കുറിച്ച് സർക്കാരിൻ്റെ അഭിപ്രായം എന്താണ്? ഉത്തരം രാജു P. നായർ ഇവിടെ വന്ന ഇരട്ടത്താപ്പൊന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. ആശാ വർക്കേഴ്സിന് ഓണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അവരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഇവിടെ അനൂജ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ വിഷയം വന്നിരിക്കുന്നു, അവരെ തൊഴിലാളികളായി പരിഗണിക്കണം. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും അവരെ തൊഴിലാളികളായിട്ടോ പൂർണ്ണസമയ പ്രവർത്തകന്മാരായിട്ടോ പരിഗണിക്കുന്നില്ല. അത്തരം സംസ്ഥാനങ്ങളിൽ വേതനം കുറവുണ്ട്. ഒരു സംസ്ഥാനത്തിലെ വേതനം നിശ്ചയിക്കുന്നത്, ഓണർ നിശ്ചയിക്കുന്ന ആ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പരിഗണനയും കൂടെ വെച്ചുകൊണ്ടാണ്. രാജു P. നായരെ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മന്ത്രിമാർക്ക് PA-മാരെ നിശ്ചയിക്കുകയും അവർക്ക് വലിയ വേതനം കൊടുക്കുകയും അവർക്ക് പെൻഷൻ കൊടുക്കുകയും ചെയ്യുന്നതിന് സാമ്പത്തികം തടസ്സമായിരുന്നില്ലല്ലോ. അത്ര കൊടുക്കുന്നുണ്ടോ മറ്റുള്ളിടത്ത്? അവിടെ തക്കാളിയുടെ വിലയാണോ ഇവിടുത്തെ തക്കാളിയുടെ വില? അവിടുത്തെ വെള്ളക്കരമാണോ ഇവിടുത്തെ? ഇനി അങ്ങനെയൊക്കെ ആണ് നട്ട് വിചാരിക്കുക. അവിടെയുള്ള ആളുകൾ ചോദിച്ച് INTUC-ക്ക്
നിങ്ങൾ ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന വലിയൊരു അല്ല, ഈ സംഘടനയല്ലേ? കേരളത്തിലെ കാര്യം താങ്കൾ കോൺഗ്രസ് പറയൂ. സമരം ചെയ്തു. കേരളത്തിലെ ആശമാരെ ശരി. തൊഴിലാളികളാക്കി മാറ്റാൻ എന്തുകൊണ്ട് കേന്ദ്രത്തോട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? അല്ല, ആവശ്യപ്പെട്ടില്ല. അനുജോട് ആര് പറഞ്ഞു? കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടോ? ആരെങ്കിലും ആവശ്യപ്പെട്ടതായി നമുക്കറിയില്ല. രേഖകളൊന്നും നമുക്ക് മുന്നിലില്ല. കേന്ദ്രം പറഞ്ഞിട്ട് അല്ല 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 രേഖകൾ ഇപ്പോഴല്ലേ നിങ്ങൾ വീണയ്ക്ക് രേഖ കൊണ്ട് തൃപ്തിയാവുകയാണെങ്കിൽ പാർലമെന്റിലെ പ്രസംഗം പോരായിരുന്നോ? അതൊന്നും അല്ല അനുജ, രാഷ്ട്രീയം കളിക്കുന്നത് നിങ്ങളോട് കൂട്ടി നിൽക്കണ്ട. മാത്രമല്ല, നിങ്ങൾക്കറിയോ പശ്ചിമ ബംഗാളിൽ അവർക്ക് 5 ലക്ഷം രൂപ പിരിയുമ കൊടുക്കുന്നുണ്ട്. അത് കേന്ദ്രം കൂട്ടിയിട്ടാ? കേന്ദ്രം കൂട്ടിയിട്ടാണോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ജയചന്ദ്രൻ സാറെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത്? അല്ല, അപ്പൊ കേന്ദ്രത്തിന് ഇതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? മറ്റ് സംസ്ഥാനങ്ങളുടെ അപ്പൊ കേന്ദ്രം ഇവരോടൊക്കെ എപ്പോഴും കാണിക്കുന്ന ഈ മനോഭാവമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും, അല്ലേ? ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രം കൂട്ടിയിട്ടല്ല, സംസ്ഥാനങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുത്ത് ഓരോന്ന് ചെയ്യുന്നു താങ്കൾ തന്നെ സമ്മതിക്കുകയാണ്. അതേന്നേ, ഞങ്ങൾ അത് തന്നെയാണ് സമ്മതിക്കുന്നത്. ഈ കാര്യം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പരിഗണിക്കേണ്ട വിഷയം രേഖയാണല്ലോ അനൂജ ചോദിച്ചത്. അല്ല അനൂജ, പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസംഗം ഒരു രേഖയല്ലേ? ആ രേഖ എടുത്തിട്ട് 24 ന്യൂസിന്റെ അതിൽ തൊഴിലാളികളായി പരിഗണിക്കുന്നതിനെ കുറിച്ചാണ്, ഈ ഇൻസെന്റീവ് വർധനയെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ശ്രീ ടി പി ജയചന്ദ്രൻ, തൊഴിലാളികളായി ഇവരെ പരിഗണിക്കുമോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ വേതനവും ഇവർ തൊഴിലെടുക്കുന്ന സമയവും അവരെ പൂർണ്ണ സമയമാക്കിയിട്ട് അവരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കുകയും അവരെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ സജീവ പരിഗണനയുള്ള വിഷയമാണ്. അതിലെന്താ നിങ്ങൾക്ക് തർക്കം? അത്തരമൊരു സമീപനം ഇല്ലെന്ന് മാത്രമല്ല, അവർ സമരം ചെയ്യുന്നതിൻ്റെ ടാർപോളിൻ കീറുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഭീഷണിപ്പെടുത്തുകയും പകരം ആളുകളെ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നത് ഈ ഫ്ലോറിൽ വന്നിട്ട് വലിയ തൊഴിലാളി സംരക്ഷകരായി മാറുന്നു. അങ്ങനെ പണ്ട് ചെയ്യാത്തവർ ഇന്ന് ഇവിടെ വന്നിട്ട് വീരവൻ പറയുന്നു. ഞങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു, ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം, ഇവരുടെ വേതനവും സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. അതിലെന്താ തർക്കം? അതിന് അനുഭാവപൂർവമായ പരിഗണന കേന്ദ്രയുടെ ഭാഗത്തുണ്ടാകും. ഇതിലപ്പുറം ഞങ്ങൾ എന്താ പറയേണ്ടത്? പരിഗണന ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ട് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇപ്പൊ പാർലമെന്റിൽ തന്നെ ഇൻസെന്റീവിന്റെ കാര്യം അത് പരിഗണിക്കാം, അത് വർധന പരിഗണിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ചകൾ മുന്നോട്ട് പോയി. ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി നേരിട്ട് ചെല്ലുകയാണ്. അപ്പോഴും അതേ മറുപടിയിൽ തന്നെ നിൽക്കുകയാണ്. ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല ശ്രീ ടി പി ജയചന്ദ്രൻ. ആരോഗ്യമന്ത്രി ചെല്ലേണ്ട ഒരു കാര്യമില്ല അനൂജ. കേന്ദ്രമന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആശാ വർക്കർമാരെ പോയി കണ്ടു, അവരുടെ ആവശ്യങ്ങൾ പരിശോധിച്ചു. പിന്നെ കുറേ കാലമായി നമ്മുടെ സമയം തുടങ്ങിയിട്ട് 51 ദിവസമായിട്ടല്ലേ ഉള്ളൂ. ഇതിനൊക്കെ ചില നടപടികളില്ലേ? ഞാൻ എന്റെ വായന മുന്നിൽ ഒരു ചൊല്ല് വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. താങ്കൾ എന്താ പറഞ്ഞ 51 ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്നോ? അതിനെക്കുറിച്ച് എന്താണ് ശ്രീ ടി പി ജയചന്ദ്രൻ, 51 ദിവസം ആയിട്ടല്ലേ ഉള്ളൂ എന്നോ? അല്ല, 5ാമത്തെ ദിവസം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞു അനൂജ. നിങ്ങൾക്ക് കാണാതെ പോകുന്നത് എന്റെ കുഴപ്പമല്ല. കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എടുത്ത ഒരു നടപടി ഒന്ന് പറയൂ ശ്രീ ടി പി ജയചന്ദ്രൻ, ഒരു നടപടി പറയൂ ഇവർക്ക് വേണ്ടി കേന്ദ്രത്തിന് ചെയ്യാവുന്ന, കേന്ദ്രം കൈക്കൊണ്ട ഒരു നടപടി. അനൂജ, പാർലമെന്റിൽ ആരോഗ്യമന്ത്രി കൊടുത്ത പ്രസ്താവന നിങ്ങളുടെ ഫ്ലോറിൽ ഉണ്ടാകും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ ശ്രീ ടി പി, അത് നമ്മുടെ മുന്നിലുണ്ട്. അതിപ്പോ എല്ലാം ഈ പരിഗണിക്കും, വർധന പരിഗണിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് തള്ളി നീക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടതേ. ആ പ്രസ്താവനയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കൂടാതെ സുരേഷ് ഗോപിക്ക് നേരിട്ട് ഉറപ്പ് കൊടുത്തു. സുരേഷ് ഗോപിക്ക് നേരിട്ട് JP നഡ്ഡ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, അതും നമുക്കറിയാം. ഈ ഉറപ്പിനപ്പുറത്തേക്ക് എന്താണ്? ദാ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ ടി പി ജയചന്ദ്രൻ? അംഗൻവാടി സമരം അല്ല, ഇത് ചോദിക്കുമ്പോ താങ്കൾ എന്താണ് ഈ അംഗനവാടി സമരത്തിന്റെ കാര്യം പറയുന്നത്? സമരം പിൻവലിച്ചത് അല്ല പറയട്ടെ, അത് പിൻവലിച്ചത് കിട്ടിയതിന് ശേഷമാണോ? അപ്പൊ താങ്കൾ പറയുന്നത് ഈ കേന്ദ്രത്തിന്റെ ഉറപ്പ് കിട്ടിയ ആ തൊട്ടടുത്ത ദിവസം ആശാ വർക്കേഴ്സ് അവരുടെ സമരത്തിൽ നിന്ന് പിന്മാറണമായിരുന്നു, അതാണോ താങ്കളുടെ ആവശ്യം? അയ്യോ, അല്ലല്ല, തെറ്റിദ്ധരിപ്പിക്കല്ലേ. ആശാ വർക്കർമാർ എവിടെ സമരം ചെയ്യുന്നതിന് ഞങ്ങൾ എതിരല്ല. അവർ കേന്ദ്രത്തിന്റെ ആവശ്യമാണ്, അവർക്ക് തൃപ്തികരമാണെങ്കിൽ അവർ പിൻവലിക്കണം. സംസ്ഥാനത്തോട് ചോദിച്ച സംസ്ഥാനത്തിന്റെ ആവശ്യം വാങ്ങിയെടുത്ത ശേഷം അവർ പിൻവലിക്കണം.
അല്ലാതെ കേന്ദ്രം പറയുന്ന ഉറപ്പിന്റെ പേരിൽ പിൻവലിക്കണമെന്ന് ഞാൻ പറയാത്തത്. ആ സമരം ഈ ഉറപ്പ് മാത്രം കേട്ടുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകും ഈ പാവങ്ങൾ? ഇതാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ ടി പി ജയചന്ദ്രൻ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ഉറപ്പ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അത് ആ ഉറപ്പ് എന്നുള്ളതിൽ നിൽക്കുകയാണ്, പ്രഖ്യാപനങ്ങളിലേക്ക് പോകുന്നില്ല. ദാ ഇത്ര വർദ്ധിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ തൊഴിലാളികളായി മാറ്റും. ഇതൊന്നും, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ചർച്ചയോ ഒന്നും നടക്കുന്നതായി നമ്മൾ അറിയുന്നു പോലുമില്ല. ഒരു ഉറപ്പ് ശരി, ഞങ്ങൾ പരിഗണിക്കാം, ഇതിലപ്പുറത്തേക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അനുജ സംസാരിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള സമിതിക്ക് രൂപം നൽകി കഴിഞ്ഞു. ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അവർക്ക് അതിൽ തൃപ്തരാണ്. മറിച്ച് അതിൻ്റെ പ്രതിനിധി ഇവിടെ അനൂജ പറയുന്നത് എന്താ? കണ്ട നീ അവിടെ നിങ്ങൾക്ക് കേട്ട ഞാൻ പറയട്ടെ. ഈ ചർച്ചയിൽ വന്ന് അതിൻ്റെ ഉപാധ്യക്ഷയായ ഒരു സഹോദരി റോസമ്മ പറയുന്നു, ഞങ്ങൾ ഇൻസെൻറ്റീവ് മാത്രമല്ല ഓണറേറിയവും ഞങ്ങൾക്ക് കൂട്ടിക്കിട്ടണം. വളരെ വ്യക്തമല്ലേ? അവർ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്നത് എന്താ? ഞാൻ പറയുകയാണോ അവർ സമരം നിർത്തിപ്പോവാൻ? അതുകൊണ്ട് മാത്രമല്ല അവരോട് സമരത്തിൽ പിന്തുണ. പിന്നെ ഞങ്ങൾ അധിക്ഷേപിക്കാത്തത് എന്താ? എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ പോകുമ്പോൾ സ്വീകരിക്കുകയും കേരളത്തിൽ ഒരു മന്ത്രി പോലും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്തു? ഇതൊക്കെയല്ലേ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടത്? ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രി പോയി ഒരു ചർച്ചയൊക്കെ നടത്തി തിരിച്ചു വരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇതിൽ ഈ രാഷ്ട്രീയം, ഇതൊരു മഴവിൽ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരമാണോ എന്നൊക്കെ പറയുകയും ഇവരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യാതെ പകരം ഇവർ പറയുന്ന ആവശ്യം എന്ത് എന്നതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇവരിപ്പോൾ ഈ 13,200 രൂപ എന്നുള്ളതിൽ നിന്ന് അവർ 21,000 രൂപ എന്നതാണ് അവർ ആകെ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ അതിലൊരല്പം കുറയ്ക്കാനൊക്കെ അവർ തയ്യാറായേക്കാം, എനിക്കറിയില്ല അതേക്കുറിച്ച്. അവരെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി, ഇതാ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചിരുത്തി ഒരു അനുനയത്തിലൂടെ ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല ഇനിയെങ്കിലും സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെ അവഗണിച്ചുകൊണ്ട് ഇവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? ഇത് ഏത് തരത്തിൽ ഗുണം ചെയ്യും ഈ സർക്കാരിന്? 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഇത്രയും വർഷമായി ഇന്നേ ദിവസം വരെ ഒരു നയ പൈസ പോലും ഈ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവിൽ വർധനവ് വരുത്തിയിട്ടില്ല. എന്നാൽ ഈ അദ്ദേഹം അധികാരത്തിൽ വന്ന 2014 മുതൽ ഇന്ന് വരെയുള്ള തീയതികളിൽ കേരളം 7 പ്രാവശ്യം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും സമരത്തിൽ ആയിരിക്കുന്ന ആശാ വർക്കർമാർ പറയുന്നത് പിന്നെ കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, സാരമില്ല, അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, കേരളം ഓണറേറിയം കൂട്ടി തന്നാൽ മതി. ഇതാണ് വാദം. എന്നിട്ട് എന്തുകൊണ്ട് കേരള സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നില്ല ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന്? പിന്നെ കേന്ദ്ര സ്കീമാണെന്ന് അറിയാത്ത ആരുമില്ലല്ലോ. ഇത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതിലൊരു തീരുമാനമെടുക്കണമെങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ. ഒരു സംസ്ഥാനത്തിൻ്റെ നിലവാരത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കെ കേരളത്തിലെ ആശമാരെ മാത്രം ആർക്കെങ്കിലും തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ കഴിയുമോ? പറ്റുമോ? പറ്റുന്ന കാര്യമാണോ? അല്ലല്ലോ. അല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ കുതന്ത്രം, ഈ പിന്നെ തെറ്റായ വാദം ഉന്നയിക്കുന്നത്, അല്ലേ? അപ്പോൾ കേരളത്തിന് ഇത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയാണ്. എന്തുകൊണ്ട് രാഷ്ട്രീയം എന്നുള്ളത് അവിടെയാണ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ പിന്നെ മാത്രം തങ്ങൾക്ക് ഇത്തരം ആവശ്യങ്ങളുള്ളൂ. ഏതാണ്? അല്ല, ഞാൻ അതിൻ്റെ ഒപ്പം മറ്റൊരു ചോദ്യം, ഈ രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇവർ പറയുന്ന ചില കാര്യങ്ങളിൽ ന്യായമുണ്ടോ എന്ന് നോക്കി നമ്മൾ ഈ തരത്തിലേക്ക് ഞങ്ങൾ ചിലത് പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഈ സമരം ഒന്ന് അവസാനിപ്പിക്കാൻ സർക്കാരിന് ശ്രമിച്ചുകൂടെ? അല്ല, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് നയാ പൈസ കൂട്ടാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇൻസെൻറ്റീവ് കൂട്ടാത്തതിൽ ആർക്കും ഒരു വിഷമവും ഇല്ല, എതിർപ്പും ഇല്ല, പ്രതിഷേധവും ഇല്ല. 7 പ്രാവശ്യം കൂട്ടിയ സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയിലാണ് പ്രതിഷേധം. അപ്പോൾ അവിടെ തന്നെ ആ രാഷ്ട്രീയം തെളിഞ്ഞ് വരികയല്ലേ ചെയ്യുന്നത്, കാണുകയല്ലേ ചെയ്യുന്നത്. എന്തുകൊണ്ട് തങ്ങളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്ന് സ്കീം സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാതെ ഇനി ഒന്നും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് താങ്കളുടെ ഒരു അറിവ് വെച്ച് താങ്കൾ പറയുകയാണ്? അല്ല, എൻ്റെ അറിവ് വെച്ച് പറയുകയല്ല, അതിനെ അങ്ങനെ വിലയിരുത്തുകയും ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞത് വസ്തുതകൾ മാത്രമാണ്. ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും ഒരംശമെങ്കിലും താങ്കൾക്ക് തോന്നുന്നില്ലേ, വ്യക്തിപരമായെങ്കിലും താങ്കൾക്ക് തോന്നുന്നില്ലേ ഈ സമരം അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു, സർക്കാരിനെതിരെ ഇങ്ങനെയല്ല കാണേണ്ടത്? താങ്കൾക്ക് വ്യക്തിപരമായി തോന്നുന്നില്ലേ ശ്രീ എം ജെ? ഇത് ഗുണം ചെയ്യില്ലല്ലോ ഒരു കാരണവശാലും.
അല്ല, സമരക്കാർക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സമരക്കാർക്ക് സമരം ചെയ്യുന്നത്, സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് തികച്ചും ന്യായമാണ് എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ ആശാവർക്കർമാരുടെ പ്രതിനിധിയും പറയുന്നത്. അത് തന്നെയാണല്ലോ, തികച്ചും ന്യായമാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരം. കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സമരം ചെയ്യുന്നില്ല. അത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ പോയി നേടിക്കൊണ്ട് വരൂ. ഏതാ ഓൾ ഇന്ത്യ പാറ്റേണിൽ നടക്കുന്ന ഒരു ശ്രീ രാജു പി നായർ, ഇങ്ങനെ ഈ തരത്തിലേക്കുള്ള വാദമുഖങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താകും ഇതിൽ എങ്ങനെയാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു അനുകൂലമായ തീരുമാനം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത എന്താണ് ശ്രീ രാജു പി നായർ? രണ്ട് മൂന്ന് ഇരട്ടത്താപ്പുകളാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. ഒന്ന്, CPM-ന്റെ ഇരട്ടത്താപ്പ് നോക്കും. അദ്ദേഹം എന്തായാലും പ്രോക്സി ആയിട്ട് വന്നിരിക്കുകയാണല്ലോ. ഒരു തൊഴിലാളി വിഭാഗം, അല്ലെങ്കിൽ തൊഴിലാളി ഇത് അംഗീകരിച്ചിട്ടില്ല, പക്ഷെ ആശാ വർക്കർമാർ അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ പാവപ്പെട്ട സ്ത്രീകൾ പോയിട്ട് ഡൽഹിയിൽ സമരം ചെയ്യാത്തതിനെ കുറ്റപ്പെടുത്തുകയാണ് ഇല്ലേ? അവിടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ബാധ്യത എന്താ? ആ ബാധ്യത അവർ മറക്കുകയാണ്. കാരണം ഇവർ കൊടുത്ത അഷുറൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ സുരക്ഷ 45ാമത്തെ പോയിന്റ്, സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി ഉയർത്തും. അങ്കണവാടി, ആശാ വർക്കർമാർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ഏർപ്പെടുത്തും. ഇത് കേന്ദ്രം ചെയ്യേണ്ടതാണെന്ന് അറിയാതെയാണോ നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ എഴുതി വെച്ചത്? വളരെ വ്യക്തമായിട്ട് പറയല്ലേ. പിന്നെ നോക്കൂ, BJP-യുടെ ഇരട്ടത്താപ്പിനെ അങ്ങോട്ട് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് സംഭവം പൊളിഞ്ഞത് കണ്ടില്ലേ? അപ്പോഴത്തേക്ക് ഇവിടെ ഇരട്ടത്താപ്പ് പൊളിഞ്ഞ് കണ്ടില്ലേ? അപ്പോഴത്തേക്ക് ആശാ വർക്കർമാരുടെ സമരം 51 ദിവസമല്ലേ ആയുള്ളൂ എന്നുള്ള നിലയിലേക്ക് വന്നു. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് അതാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇങ്ങനെയൊക്കെ ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ടിരുന്നാൽ ഇതിൽ എന്താകും? ഇവരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വളരെ ചുരുക്കി. പിന്തുണയ്ക്കാത്തതിന്റെ ഉത്തരവായില്ല. ആ പ്രശ്നങ്ങൾ പോരാടുക തന്നെ ചെയ്യണം. ആശാ വർക്കർമാർ എത്ര സജീവമായിട്ട് എത്രമാത്രം മുന്നോട്ട് പോകുന്നോ അത്രയും ഭാഗം നാള് അവർ മുന്നോട്ട് പോകുന്നതിന് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ. അതെ, ശ്രീമതി KP റോസമ്മ, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ താങ്കളോട് ചോദിക്കുകയാണ്, സമരം അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഈ തരത്തിലേക്കുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ ഉറപ്പുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സമരത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്? മാഡം, ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അത് സ്വീകരിച്ച് മേടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. ഞങ്ങൾ ചെയ്യുന്ന സമരം തീർത്തും ന്യായമായ സമരമാണ്. ഞങ്ങളുടെ ഈ 232 രൂപയിൽ നിന്നും ഒരല്പം ജീവിതം ഒന്ന് തളിരണിയാൻ, ഞങ്ങളുടെ കുട്ടികൾക്കൊരു അന്നം കൊടുക്കാൻ, ഞങ്ങളുടെ വീട്ടിലൊരു അടുപ്പിൽ തീ പുകയാൻ ഞങ്ങൾക്കൊരല്പം കൂട്ടിത്തരാൻ പറഞ്ഞത് തെറ്റാണോ? ഇവിടെ ഒരു മന്ത്രിയുടെ PA 2.5 വർഷം ജോലി ചെയ്യുമ്പോൾ ആജീവനാന്ത പെൻഷൻ മേടിക്കുന്ന ഈ രാജ്യത്ത് തൊഴിലാളി നിയമമുള്ളിടത്ത് ഞങ്ങൾക്ക് 62 വയസ്സിലെ വിരമിക്കൽ പ്രായത്തിൽ വിരമിക്കൽ ആനുകൂല്യം പറയുന്നത് തെറ്റാണോ? അങ്ങനെ ഇവിടെ ഒരു നിയമം ഇല്ലേ? ആ നിയമം എന്താണെന്ന് ഈ സർക്കാരിനോട് ഇനി ഞങ്ങൾ പറഞ്ഞു കൊടുക്കണോ? ഞങ്ങൾ ന്യായമായ സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശരി, സമരം കുറച്ചുകൂടി കടുപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും, ആവശ്യം നേടിയെടുക്കും വരെ, അല്ലേ? തീർച്ചയായിട്ടും അതെ. ഞങ്ങൾ എന്തിനാണോ വന്നത് അത് വാങ്ങിച്ചോണ്ടേ ഞങ്ങൾ പോകും. ശരി, വളരെ നന്ദി, വളരെ നന്ദി. നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. ശ്രീമതി KP റോസമ്മ, രാജു പി നായർ, M ജയചന്ദ്രൻ, TP ജയചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എൻകൗണ്ടർ അവസാനിക്കുന്നു. നമസ്കാരം.